ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദേവയാനിക്ക് ഇനി മനസ്സിലാവുകയാണ് കേട്ടോ, ഹനിയുടെ ജീവിതത്തിൽ എന്തുകൊണ്ടും നന്ദുവാണ് നല്ലൊരു പെണ്ണ്. കാരണം അവൻ്റെ മുഖത്ത് ആ പഴയ പുഞ്ചിരിയും ആ പ്രസരിപ്പൊക്കെ കാണുമ്പോൾ ദേവയാനി ഒരു തീരുമാനമെടുക്കണേ. ഹനിയുടെ ജീവിതത്തിൽ ഇനി അനാമിക വേണ്ട, നന്ദു തന്നെ മതി എന്നുള്ള തീരുമാനം കേട്ടോ. പക്ഷേ എങ്ങനെ ഇവളെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കും? അതിനുള്ള കാരണം ദൈവം തന്നെ കൊണ്ടുതരണേ. ഒരിക്കലും ആ പാപം എന്നെക്കൊണ്ട് ചെയ്യിപ്പിക്കരുത് എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചിരിക്കുകയാണ് കേട്ടോ. ഇതേ സമയം നന്ദു ആണെങ്കിലോ അവിടെ നിന്നും ഇറങ്ങാണ്. പിന്നീട് യാത്രയ്ക്കായി നല്ല രീതിയിൽ ഭക്ഷണമൊക്കെ കൊടുത്ത് അവിടെ നിന്ന് പോകുന്നു കേട്ടോ. ഈ സമയം അനി വീണ്ടും നന്ദുവിനെ കാണാൻ ഓടി വരികയാണ്. പോകുന്ന വഴിക്ക് നന്ദുവിനോട് പറയുന്നുണ്ട്, അനാമികയെ കല്യാണം കഴിച്ചതിന് ശേഷം ഞാൻ ജീവിതത്തിൽ സന്തോഷമെന്തെന്ന് അറിഞ്ഞിട്ടില്ല. എന്നാൽ നീയുമായി വീണ്ടും ഫ്രണ്ട്ഷിപ്പ് തുടർന്നപ്പോൾ എനിക്കെൻ്റെ മനസ്സിൽ കിട്ടുന്ന ആ ആനന്ദമുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ വയ്യ. അതുകൊണ്ട് നന്ദു, ഞാൻ വിളിക്കുമ്പോഴൊക്കെ നീ എടുക്കണം. നിന്റെ ഫോൺ എടുക്കാതിരുന്നാൽ എനിക്ക് എന്തോ പോലെയാണ്. കാരണം അനാമികയുടെ കൂടെയാണ് ഞാൻ ജീവിക്കുന്നത്. അവളോടൊപ്പം ജീവിക്കുന്നതോറും ഓരോ നിമിഷവും എനിക്ക് മരണമാണ് ആദ്യം മുന്നിൽ കാണുന്നത്. അത്രയും വെറുത്തു, ജീവിതം തന്നെ എനിക്ക് മടുത്തു. ആ സമയം എനിക്ക് വെളിച്ചം പകർന്നു തരാൻ നീയാണ് നന്ദു ഉള്ളത് എന്നൊക്കെ ഇങ്ങനെ നന്ദുവിനോട് പറയുമ്പോൾ, എന്താ നീ എന്ത് പറഞ്ഞാൽ എപ്പോഴും മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്ന അല്ല. ഇവിടെ നിന്നും പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ നീ എന്നോട് ഫ്രണ്ട്ഷിപ്പ് ഇല്ലാതാവുകയോ അതല്ലെങ്കിൽ മറ്റുള്ളവരുടെ ആ ഒരു വാക്ക് കേട്ട് അനാമിക എന്തെങ്കിലും വിചാരിക്കുമെന്ന് കരുതി നീ എന്നോട് മിണ്ടുകയോ പിടിക്കുകയോ ചെയ്യാതിരിക്കരുത്. ഞാൻ വിളിക്കുമ്പോൾ ഫോൺ എടുക്കാതെ ഇരിക്കരുത് എന്നൊക്കെ പറയുമ്പോൾ ഉടൻ തന്നെ നന്ദു പറയണേ, എന്താ അനി, നീ എന്നെക്കുറിച്ച് ഇങ്ങനെയൊക്കെയാണ് കരുതിയിരിക്കുന്നത്? തീർച്ചയായും ഞാൻ നിനക്ക് വിളിക്കുമെന്ന് പറയണേട്ടാ. അങ്ങനെ നന്ദു യാത്രയാവാണ്. എന്നാൽ ഈ സമയം അനാമികയാണെങ്കിലോ ഇത് വെച്ച് അനിയെ വല്ലാതെ ഉപദ്രവിക്കാണ്. എന്താടാ, നിന്റെ മുഖത്ത് പഴയ പ്രസരിപ്പൊക്കെ പോയല്ലോ. ഇപ്പോൾ ഈ കുറച്ച് നിമിഷങ്ങൾ വരെ നിന്റെ മുഖത്ത് ചിരിയും കളിയൊക്കെ ഉണ്ടായിരുന്നല്ലോ. എന്നാൽ ഇപ്പോൾ അവളിവിടെ നിന്നും ഇറങ്ങിപ്പോയപ്പോൾ നിന്റെ മുഖം ശോകമായല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ എനിക്കങ്ങ് ദേഷ്യം മേടിക്കാനിട്ടാ. അനി പറയണേ, എന്താടി പറഞ്ഞതിൽ എന്താ തെറ്റ്? നിന്നെപ്പോലെ ഒരുത്തിയെ എൻ്റെ ജീവിതത്തിലോട്ട് കൊണ്ടുവന്നത് മുതൽ എൻ്റെ ജീവിതത്തിൽ സന്തോഷമെന്തെന്ന് അറിയാൻ കഴിഞ്ഞിട്ടില്ല. കാരണം സന്തോഷിപ്പിക്കുന്ന ഒരു വാക്ക് നിന്നിലില്ലല്ലോ. ഏത് സമയവും നീ എന്നെ കുറ്റപ്പെടുത്തുന്ന പ്രവൃത്തി മാത്രമല്ലേ നിൻ്റെ അടുത്തുള്ളൂ എന്നിങ്ങനെ പറയുമ്പോൾ അത് ദേവയാനി യാദൃശികമായി കേൾക്കണിട്ടാ. അപ്പം അനാമിക പറയണേ, ആടാ ഞാൻ നിന്നെ കുറ്റപ്പെടുത്തോടാ. ഞാൻ നിനക്ക് നന്ദുവുമായി അങ്ങ് പ്രണയിക്കാനുള്ള ഒരു വഴി വെട്ടിത്തന്നാൽ നിനക്ക് പിന്നെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. എന്തിനാ അനാമിക നീ ഏത് സമയം അവളെ ഇവിടോട്ട് വലിച്ചഴക്കുന്നത്? ഇപ്പം നന്ദുവിൻ്റെ കാര്യം എടുത്തിടേണ്ട കാര്യം എന്താണ്? അത് കേട്ടോടെ തന്നെ അനാമിക, ഞാൻ പിന്നെ എന്താ വേണ്ടത്? നീ ഇപ്പോൾ കുറച്ചു നേരത്തെ ചിരിച്ചല്ലോ, അവളെ ഇങ്ങനെ നോക്കിയല്ലോ, അതൊക്കെ നിനക്ക് പറ്റി. എന്നാൽ എന്നെ നീ ഒന്ന് നോക്കി ചിരിക്കുകയോ പറയുകയോ എന്തെങ്കിലും ഇന്നേ വരെ നീ ചെയ്തിട്ടുണ്ടോ? അതിനെങ്ങനെ നീ റൂമിലോട്ട് കയറി വരുമ്പോൾ തന്നെ എന്നെ കടിച്ചു കീറാനും ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഞാൻ ആരെ നോക്കുന്നു, ഞാൻ എന്ത് ചെയ്യുന്നു, ഇങ്ങനെയൊക്കെ നിരീക്ഷിച്ച് നീ എന്നെ കുറ്റപ്പെടുത്താനല്ലേ നോക്കിയിട്ടുള്ളൂ. ഞാൻ ചെയ്യുന്നതെല്ലാം നിനക്ക് തെറ്റാണ്. നീ ഇന്നേ വരെ ഒരു ഭാര്യയുടെ കടമ നീ ചെയ്തിട്ടുണ്ടോ എന്ന് പറയുമ്പോൾ, അതിന് നിനക്ക് ഞാൻ ഭാര്യയായിട്ടൊന്നും വേണ്ടല്ലോ. കാരണം നിന്റെ ഭാര്യ വേറുള്ളവരല്ലേ. അത് കേട്ട ഉടൻ തന്നെ ആടി, നിന്നേക്കാൾ ഭേദം അവൾ തന്നെ എന്നും പറയുന്നിട്ടോ. അങ്ങനെ മനഃപൂർവ്വം അനാമിക പ്രശ്നമുണ്ടാക്കുന്നത് കാണുമ്പോൾ ദേവയാനിക്ക് എൻ്റെ മോൻ്റെ ജീവിതം വല്ലാത്തൊരു കഷ്ടം തന്നെയാണല്ലേ ഈശ്വര, എന്താണ് ഇനിയിപ്പോൾ ഇതിനൊരു പ്രതിവിധി എന്നിങ്ങനെ ദേവയാനി ചിന്തിക്കുന്നു കേട്ടോ. അങ്ങനെ ഓരോ ദിവസവും അനിയും അനാമികയും തമ്മിലുള്ള വഴക്ക് ദേവയാനിക്ക് കണ്ടു നിൽക്കേണ്ട അവസ്ഥ വരെ ഉണ്ടാവുന്നു. അനിയെ ഏത് സമയം സംശയത്തിൻ്റെ നിഴല്, അനി ഫോണെടുത്ത കുറ്റം, മുറ്റത്തോട്ട് ഇറങ്ങിയ കുറ്റം, പിന്നീട് ചിരിയില്ല കളിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അനാമിക വീണ്ടും വീണ്ടും വേദനിപ്പിക്കുന്നത് കാണുമ്പോൾ ദേവയാനിയുടെ മനസ്സ് വല്ലാതെ നുറുങ്ങുന്നുണ്ട്. അങ്ങനെ ദേവയാനി അനാമികയോട് വന്നിട്ട് പറയണം, മോളെ അനാമിക, ഞാൻ പറയുന്നത് നീ കേൾക്കണം. പഴയതുപോലെ നീ ഇങ്ങനെ എപ്പോഴും അനിയോട് ഇങ്ങനെ ദേഷ്യപ്പെടാതിരിക്കെ. നന്ദുവുമായി അവനൊരു ബന്ധമുണ്ടെന്ന് കരുതി എപ്പോഴും ആ ഒരു ബന്ധത്തിൽ തന്നെ നീ ഇങ്ങനെ അവനെ കുറ്റപ്പെടുത്തല്ലേ. നീ ഇപ്പോൾ എന്തായാലും അവനെ മനസ്സറിഞ്ഞ് സ്നേഹിക്ക്. അവൻ സ്നേഹിക്കാൻ കഴിവില്ലാത്തവനൊന്നല്ല. അവൻ മനസ്സറിഞ്ഞ് തിരിച്ചിങ്ങോട്ടേക്ക് സ്നേഹം തരുമെന്നൊക്കെ പറയുമ്പോൾ, ഞാൻ എങ്ങനെ സ്നേഹിച്ചാലും അതിൽ അർത്ഥം കണ്ടെത്താനാണ് നിങ്ങളുടെ മകനായ അനിക്ക് കഴിയുള്ളൂ എന്നും പറഞ്ഞിട്ട് അവിടെ നിന്നും അങ്ങ് അനാമിക പോവാണ്. പിന്നീട് ഓരോ ദിവസം ചെല്ലുമ്പോഴും അനിയുടെ ആട്ടും തൊപ്പും അവഹേളനം അനി ഒരു തരത്തിലും അനാമിക പോയി മിണ്ടാൻ പോലും കൂട്ടാക്കാത്ത ഒരവസ്ഥ എത്തുകയാണ് കേട്ടോ. ഈ സമയം നന്ദുവിന് വിളിച്ചു നോക്കുകയാണ്. എന്നാൽ ഈ സമയം ദേവയാനി വന്നിട്ട്, എൻ്റെ മകൻ്റെ ജീവിതം തകരാൻ കാരണം ഞാനും കൂടി ഒരു കാരണക്കാരത്തിയാണ് എന്ന് നയനയോട് പറയാനേട്ടാ. കാരണം നിന്നെ ഞാൻ അന്ന് സ്നേഹിക്കുകയായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ ഒരു കല്യാണം നടക്കാൻ ഞാൻ തന്നെ മുൻകൈ എടുത്തിരുന്നു. ഇന്നിപ്പോൾ എൻ്റെ മകനെ സങ്കടപ്പെടുന്നത് കാണുമ്പോൾ എനിക്ക് വല്ലാത്ത വിഷമം. അനി ജാനകിയുടെ മകനാണെങ്കിലും ഞാൻ അവൻ്റെ അമ്മയെ പോലെയാണ്, അതായത് എൻ്റെ മകനെ പോലെയാണ്, ഞാൻ അത്രയും സ്നേഹിക്കുന്നുണ്ട് അവനെ എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ.
അപ്പോൾ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ നയന പറയണേ, എന്തായാലും അനി വേറൊരു വിവാഹം കഴിച്ചു, അനാമികയുമായി ഒത്തുപോകാനുള്ള ആ ഒരു സൗകര്യം നമ്മൾ ചെയ്തു കൊടുക്കല്ലേ വേണ്ടത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ ദേവയാനി പറയുന്നുണ്ട്, എനിക്ക് തോന്നുന്നില്ല ഇനി അനാമികയുമായി അനിക്കൊരു ജീവിതം ഉണ്ടാവുമെന്ന്. എന്തുകൊണ്ടും യോഗ്യ ആയവൾ നന്ദു തന്നെയാണ് എന്ന് പറയണിട്ടോ. അത് കേൾക്കുന്ന നയനക്കൊരു പേടിയൊക്കെ ആവണം കേട്ടോ. ഈശ്വര, ഇനിയും ഈ വീട്ടിൽ എൻ്റെ അനിയത്തി കാരണം ഒരു പ്രശ്നമുണ്ടായി കഴിഞ്ഞാൽ ജാനകി പിന്നീട് പൊട്ടിത്തെറിക്കും. അതില്ലാതിരിക്കാൻ തൻ്റെ അനിയത്തിയായ നന്ദുവിനോട് വിളിച്ച് ഇനിയും കാര്യങ്ങൾ വ്യക്തമാക്കുകയാണ് നല്ലത് എന്നിങ്ങനെ ചിന്തിക്കുന്നു കേട്ടോ. അങ്ങനെ നയന നന്ദുവിനോട് ഇങ്ങനെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അനിയും അനാമികയും തമ്മിൽ എപ്പോഴും വഴക്കാണ് മോളെ. ഈ സമയം ഒരു പക്ഷേ നിന്നെ തേടി അവൻ വിളിക്കുകയോ സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നീ അവനെ ഒഴിവാക്കുന്നത് പോലെ അവന് തോന്നുകയും ചെയ്യരുത്. എന്നാൽ വല്ലാത്തൊരു അടുപ്പവും നീ വേണ്ടെന്നൊക്കെ പറയാണ് കേട്ടോ. അങ്ങനെ തുടരെ ഇങ്ങനെ അനി വിളിച്ചും കൊണ്ടിരിക്കുമ്പോൾ നന്ദു എടുക്കാതാവാണ്. ഞാൻ കാരണം ഒരാളുടെ ജീവിതവും തകരാൻ പാടില്ല എന്നൊരു തീരുമാനമെടുക്കുകയാണ്. എന്നാൽ ഈ സമയം വീണ്ടും ഇങ്ങനെ നന്ദുവിനെ അനി വിളിച്ചും കൊണ്ടിരിക്കുകയാണ്. ആ സമയം വീണ്ടും എടുക്കാതാവുമ്പോൾ നന്ദുവിൻ്റെ മനസ്സിൽ ഇങ്ങനെ അനി പറഞ്ഞ വാക്കുകൾ ഇങ്ങനെ മനസ്സിൽ അലയടിക്കണം കേട്ടോ. നീ എൻ്റെ ഫോൺ എടുക്കാതാവുകയോ എന്നോട് സംസാരിക്കാതാവുകയോ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും എൻ്റെ മുന്നിൽ പിന്നെ വേറൊരു വഴിയില്ല, മരണമാണെന്ന്. അത് ആലോചിക്കുമ്പോൾ നന്ദുവിന് പേടിയായി അനിയുടെ ഫോൺ എടുക്കണം കേട്ടോ. അതേസമയം അനി ചോദിക്കും, എന്താ നന്ദു, എന്നെ നീ മനഃപൂർവ്വം ഒഴിവാക്കിയതാണോ? എന്നെ ഒഴിവാക്കിയതാണെന്ന് എനിക്ക് മനസ്സിലായി. അല്ല, എനിക്കറിയാലോ ഞാൻ ഇങ്ങോട്ടേക്ക് എന്തിനാ വന്നതെന്ന്. അപ്പോൾ അതിൻ്റെതായ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ എനിക്ക് ഫോൺ എടുക്കാൻ കഴിഞ്ഞില്ല. എങ്കിലും ഒരു നിമിഷമെങ്കിലും നിനക്ക് തിരിച്ചു വിളിക്കായിരുന്നു. അതിനുള്ള സമയം പോലും നീ ഇല്ലെന്ന് പറയുമ്പോൾ അതിൽ എനിക്ക് ഒരു കാര്യം മനസ്സിലായി, എന്നെ നീ മനഃപൂർവ്വം ഒഴിവാക്കുകയാണെന്ന്. എന്നാൽ ഞാൻ നിന്നെ ബുദ്ധിമുട്ടിക്കാനോ വിഷമിപ്പിക്കാനോ അല്ല വിളിക്കുന്നത്. നിന്റെ സൗണ്ട് കേൾക്കുമ്പോൾ, നിന്നോട് സംസാരിക്കുമ്പോൾ എൻ്റെ മനസ്സിന് വല്ലാത്തൊരു ആനന്ദമാണ്, ജീവിക്കാൻ മുന്നോട്ട് പ്രേരിപ്പിക്കുന്നത് പോലെ. എന്നാൽ ഇവിടെ നീയുമായി സംസാരിക്കാൻ എനിക്ക് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എൻ്റെ മുന്നിലോട്ട് ആകെ ഒരു ഓപ്ഷനേ ഉള്ളൂ, പഴയതുപോലെ തന്നെ മരണമെന്ന് പറയണേട്ടോ. ഇത് കേൾക്കുന്ന നന്ദു ആകെ പേടിക്കാണ്. ഹനി, നീ വേണ്ടാത്തതൊന്നും ചെയ്യല്ലേ. ഞാൻ എൻ്റെ സൗകര്യത്തിനനുസരിച്ച് ഇനി ഫോൺ എടുത്തില്ലെങ്കിൽ തിരിച്ചു വിളിച്ചോളാം. ഉറപ്പാണോ? ആ തിരിച്ചു വിളിക്കാമെന്ന് പറയാനേട്ടോ. പിന്നീട് അനാമികയിൽ നിന്നും അനി ഒരുപാട് അകന്ന് പോവുകയാണ്. അനാമികയാണെങ്കിലോ സ്വത്തിനും മുതലിനും വേണ്ടി ഇങ്ങനെ നെട്ടോട്ടം ഓടുമ്പോൾ അനിയെ ഒട്ടും ശ്രദ്ധിക്കാതാവാണ്. പിന്നീട് അനാമികക്ക് മനസ്സിലായി തുടങ്ങാണ്, എനിക്ക് ഈ വീട്ടിൽ നിന്ന് ഒരു സ്വത്തും കിട്ടില്ലെന്ന് മനസ്സിലാക്കുന്ന അനാമിക നന്ദുവിനെ പ്രണയിക്കുന്നതിന് മുന്നേ അനാമികക്ക് ഒരു കാമുകൻ ഉണ്ടാവും കേട്ടോ. അയാൾക്ക് വിളിക്കുന്നു. അയാളാണെങ്കിലും ഇവളെന്തിനാ എനിക്ക് വിളിച്ചിരിക്കുന്നത് എന്നിങ്ങനെ പറഞ്ഞിട്ട് ഫോൺ എടുക്കുന്നു. ഉടൻ തന്നെ അയാളോട് അനാമിക പറയാണ്, നീ എന്നെ മറന്നത് ഞാനല്ലല്ലോ, നീയല്ലേ. കല്യാണം വരെ എത്തിയിട്ട് നീ എന്നെ വേണ്ടെന്ന് വെച്ചിട്ട് നീ ഇപ്പോൾ വേറൊരുത്തൻ്റെ കൂടെ ജീവിതം തുടങ്ങിയവളല്ലേ എന്നിങ്ങനെ പറയുമ്പോൾ, അതെ, ഒക്കെ ഞാൻ ചെയ്തത് ആർക്ക് വേണ്ടിയാണെന്ന് അറിയോ? നിനക്ക് വേണ്ടിയാണ്. അത് കേൾക്കുന്ന കാമുകൻ ചോദിക്കുക, എന്ത്, എനിക്ക് വേണ്ടിയെന്നോ? അതെ, ഞാനും നീയുമായി ജീവിക്കണമെന്ന് നമ്മൾ ഒരുമിച്ചെടുത്ത തീരുമാനം തന്നെയല്ലേ? അതെ, അതിനെന്താ? അനന്തപുരിയിലെ പയ്യൻ്റെ കൂടെ ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും ജീവിക്കാൻ ഒത്തിരി സ്വത്തുക്കൾ ഈ വീട്ടിൽ നിന്ന് അടിച്ചു മാറ്റി നിന്റെ കൂടെ ജീവിതം തുടരാമെന്ന് കരുതിയാണ്. അത് പറയാനാണ് ഞാൻ ഇപ്പോൾ വിളിച്ചത്. അനാമികയുടെ ഈ വാക്കുകൾ കേട്ട കാമുകൻ പറയാണ്, ആഹാ, അത് കൊള്ളാലോ, എനിക്കും ആഗ്രഹമുണ്ട് ഒത്തിരി സ്വത്ത് കിട്ടി നമ്മൾ നല്ല ലെവലിൽ ജീവിക്കണമെന്ന്. അത് പറയാൻ തന്നെ അതിന് കുറച്ച് സഹായം നിന്റെ എനിക്ക് ആവശ്യമുണ്ട്. എന്താണ് വേണ്ടത്? അതെ, ഞാൻ ഒരുത്തിയുടെ ഫോട്ടോ നിനക്ക് അയച്ചു തരാം. അവളെ നീ അങ്ങ് കൊല്ലണം. നീ അല്ലെങ്കിൽ മറ്റുള്ളവർ എന്താ നീ പറയുന്നത്? ഒരാളെ കൊല്ലുക എന്നൊക്കെ പറയുന്നത്, തീർച്ചയായും അവളെ കൊന്നു കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് ഈ വീട്ടിൽ നിന്ന് ഒരുപാട് സ്വത്തുക്കൾ അടിച്ചു മാറ്റി വേറെ എവിടെയെങ്കിലുമൊക്കെ പോയി ജീവിക്കാം എന്ന് പറയുമ്പോൾ, പഴയ ഉടായ്പ് തന്നെയാണോ നിന്റെ പരിപാടി? ഒരിക്കലും ഞാൻ നിന്നെ ചതിക്കില്ല. പിന്നെ നിന്നെ വിളിക്കേണ്ട ആവശ്യം എന്താണ്? അങ്ങനെ ഒരു ഉടായ്പുണ്ടെങ്കിൽ അനന്തപുരിയിലെ സ്വത്തുക്കൾ അടിച്ചു മാറ്റി എനിക്ക് വേറെ ആരെങ്കിലും കല്യാണം കഴിച്ച് ജീവിച്ചാൽ പോരെ. എന്നാൽ ഞാൻ നിന്നെ തന്നെ വിളിച്ചത് നീയുമായി ജീവിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് എന്ന അനാമികയുടെ ആ വാക്കിൽ തൻ്റെ കാമുകം വീണിരിക്കുന്നു കേട്ടോ. അങ്ങനെ നന്ദുവിനെ കൊല്ലാനുള്ള പ്ലാനൊക്കെ ഇട്ട് തുടങ്ങുകയാണ്. അങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ കാമുകനുമായി ഇങ്ങനെ സംസാരിച്ചും കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ സമയം അനിയാണെങ്കിലോ നന്ദുവുമായി ഓരോ ദിവസം സംസാരിച്ചും കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സംസാരിച്ച് ഇവർക്ക് സംസാരിക്കാനില്ലാതാവുമ്പോൾ നന്ദു പറയണേ, അനി എപ്പോഴും ഇങ്ങനെ വിളിക്കുന്നതല്ലേ, ഡെയിലി 2-3 പ്രാവശ്യമൊക്കെ വിളിക്കുന്നതല്ലേ, അതുകൊണ്ട് തന്നെ എനിക്കിനി പ്രത്യേകിച്ചൊന്നും പറയാനില്ല. എന്നാൽ നീ ഒന്നും പറയാനില്ലെങ്കിൽ എനിക്കൊന്ന് ഉറങ്ങണോ, മനസ്സമാധാനത്തോടു കൂടി കണ്ണടക്കണോ, അതിന് ഞാൻ എന്ത് വേണം എന്ന് നന്ദു ചോദിക്കണം. അതിന് നീ എനിക്കൊരു പാട്ട് പാടിത്തരുമോ? ആ പാട്ട് കേട്ടാൽ എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞെങ്കിലോ? എന്താ അനി ഈ പറയുന്നത്? എനിക്ക് പാട്ട് പാടാനൊന്നും കഴിയില്ല എന്ന് നന്ദു പറയുമ്പോൾ, എടോ,
ഞാനൊരു നല്ല പാട്ട് കേൾക്കാനല്ല, നിൻ്റെ സ്വരത്തോടു കൂടിയുള്ള ആ സൗണ്ട് കേൾക്കാൻ. നിൻ്റെ ആ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ എൻ്റെ മനസ്സിനൊരു കുളിരാണ്. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് പാട്ട് പാടാൻ പറഞ്ഞത്. അത് കേട്ടോടന്ന് ശരി ശരി അനി, ഞാൻ പാടിത്തരാം, നീ എന്തെങ്കിലും കണ്ണടിച്ചോ എന്നും പറഞ്ഞിട്ട് ചെവിയുടെ മുകളിൽ ഫോണും വെച്ചിട്ട് അനി ഇങ്ങനെ കിടക്കുമ്പോൾ നന്ദു ഇപ്പുറത്ത് പാട്ട് പാടി തുടങ്ങിയിട്ടോ. അങ്ങനെ ചെറിയ പുഞ്ചിരിയോടുകൂടി ചെറുതായി കണ്ണടച്ച് ആ പാട്ട് ഇങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ കിടക്കുമ്പോഴാണ് അനാമിക ആ വഴി കടന്നു വരുന്നത്. അനാമിക കാണുന്ന കാഴ്ച, ഇവനെന്താ ഒരു പുഞ്ചിരിയോടുകൂടി ചെവിയിൽ ഫോണും വെച്ചിരിക്കുന്നത്, ഇവനിപ്പോൾ ആരോടാണ് ഈ സംസാരിക്കുന്നത് എന്നറിയാൻ വേണ്ടി ആ ഫോണങ്ങ് വാങ്ങിച്ച് തൻ്റെ ചെവിയിലോട്ട് വെക്കുമ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ആ സൗണ്ട് നന്ദുവിൻ്റെ. തനിക്കത് താങ്ങാൻ കഴിയുന്നില്ല. ഇതോടുകൂടി അനാമിക അങ്ങ് പൊട്ടിത്തെറിക്കാണ്. ഇതേ സമയം അനി ആ ഫോണങ്ങ് തട്ടിപ്പറിച്ച്, എൻ്റെ ഫോൺ നീ എന്തിനാടി വാങ്ങിച്ചത്? ഞാൻ വാങ്ങിച്ചത് കൊണ്ട് നിൻ്റെ ഈ കള്ളത്തനെ എനിക്ക് പിടിക്കാൻ കഴിഞ്ഞല്ലോ. നീ ഈ സമയത്ത് അവളുമായി സംസാരിക്കേ? എന്താ എൻ്റെ ഫ്രണ്ടുമായി എനിക്ക് സംസാരിക്കാൻ കഴിയില്ലേ? നീ സംസാരിക്കില്ലല്ലോ. നിന്നെ അവൾ താരാട്ട് പാട്ട് പാടി നിന്നെ കിടത്തി ഉറക്കല്ലേ ചെയ്യുന്നത്. അത് കേൾക്കുന്ന ഇതും ചെയ്യും ഞാൻ, ഇതിലപ്പുറവും ചെയ്യും. നീ നിൻ്റെ കൂട്ടുകാരും പലരുമായി സംസാരിക്കുന്നുണ്ടെങ്കിൽ എനിക്കിത് തുടർന്നാൽ എന്താ കുഴപ്പമെന്ന് പറഞ്ഞ് അനി അവിടെ നിന്നും നീ നിൻ്റെ പണിയൊക്കെടി എന്നും പറഞ്ഞ് അനി അവിടെ നിന്നും പോകുമ്പോൾ അനാമികക്ക് മൊത്തത്തിൽ അടിമുടി കയറിയിട്ടാണ്. അങ്ങനെ അനാമിക പിന്നീട് തൻ്റെ കാമുകനെ വിളിക്കുകയാണ്. എന്നിട്ട് ചാറ്റ് ചെയ്തും കൊണ്ട് ഇരിക്കുകയാണ്. അങ്ങനെ ഇങ്ങനെ പറയാണ്, അവർ തമ്മിൽ സംസാരം തുടരുകയാണ്. ഞാൻ പറഞ്ഞില്ലേ ട്രെയിനിങ് ക്യാമ്പിലുണ്ട് അവളെന്ന്. അവളെ നീ പെട്ടെന്ന് ആരെങ്കിലും ഉപയോഗിച്ച് കൊല്ലാൻ നോക്കി, എങ്കിലാണ് എനിക്കൊരു ജീവിതം ഉണ്ടാവുള്ളൂ. ജീവിതം എന്ന് പറയുന്നത് നീയുമായുള്ള ജീവിതം. ഇവിടെ നിന്ന് സ്വത്തുക്കൾ അടിച്ചു മാറ്റി എനിക്ക് അങ്ങോട്ടേക്ക് വരണമെന്നുണ്ടെങ്കിൽ അതിനെ കഴിയത്തുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആ ശരി, ഞാൻ അതിനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ ചാറ്റിൽ പറഞ്ഞുകൊണ്ടിരിക്കണേട്ടാ. ഇതേ സമയം ഇങ്ങനെ സ്റ്റാറ്റസായി ഇട്ടിരിക്കുന്നത് ഈ കാമുകനും അനാമികയുമായിട്ടുള്ള കൊത്തിപ്പിടിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ ആയിരിക്കട്ടെ. അപ്പോഴായിരിക്കും ജാനകി അനാമിക മോളെ എന്ന് പറഞ്ഞ് വിളിക്കുന്ന കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ അനാമിക, ഈ തള്ള എന്തിനാ അപ്പം എന്നെ ഈ സമയം വിളിക്കുന്നത് എന്ന് ചിന്തിക്കുന്നുണ്ട്. പക്ഷേ ജാനകി തുടരെ വിളിക്കുമ്പോൾ അനാമിക ആ ഫോൺ അവിടെ വെച്ചിട്ട് അനാമിക എന്ത് ചെയ്യുന്നു, ഈ വാട്സപ്പ് ചാറ്റ് ഇങ്ങനെ ഓണാക്കി വെച്ചത് കൊണ്ട് തന്നെ ഡിസ്പ്ലേ ഓഫ് ആവുന്നില്ല. അതുകൊണ്ട് ആ ഡിസ്പ്ലേ ഇങ്ങനെ കത്തിക്കൊണ്ട് നിൽക്കണം കേട്ടോ. ഇതേ സമയം ജാനകി എന്തിനാ വിളിക്കുന്നത് അറിയാൻ വേണ്ടി അനാമിക അങ്ങോട്ടേക്ക് പോവുകയും എന്നാൽ ദേവയാനി ഇങ്ങോട്ടേക്ക് കടന്നു വരികയും ചെയ്യാണ്. ദേവയാനി കാണുന്ന കാഴ്ച അനാമിക ആരോടും ഇങ്ങനെ സംസാരിച്ച് വെച്ചിരിക്കുന്ന ആ ചാറ്റായിരിക്കട്ടോ. ഞാൻ ചെയ്യാം, ഞാൻ ഈ പറയുന്നത് പോലെയൊക്കെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇങ്ങനെ എടുത്തു നോക്കുമ്പോൾ അതിലുള്ള ആ ഒരു പ്രൊഫൈൽ പിക്ക് കാണുമ്പോൾ തന്നെ ആകെ ഞെട്ടിപ്പോവാണ് കേട്ടോ ദേവയാനി. അനാമികയും മറ്റൊരുത്തനും ഇങ്ങനെ കൊത്തിപ്പിടിച്ച് നിൽക്കുന്ന ആ ഒരു ഫോട്ടോ കാണുമ്പോൾ ഒട്ടും ദേവയാനിക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയില്ല കേട്ടോ. അങ്ങനെ ദേവയാനി, ഈശ്വരനായിട്ട് തന്നെയാണ് എൻ്റെ മുന്നിലോട്ട് ഇങ്ങനെ ഒരു കാഴ്ച കാണിച്ചു തന്നത്. എന്തായാലും ഇവളെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ പറ്റിയ നല്ലൊരു അവസരമാണ്. ഇത് എങ്ങനെയെങ്കിലും പുറത്തെടുക്കണം. ഇത് ചികഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ സത്യമുണ്ടെങ്കിൽ ഇവളെ ഈ വീട്ടിൽ നിന്ന് ഈ പേര് പറഞ്ഞ് പുറത്താക്കാം എന്നൊക്കെ ദേവയാനി സന്തോഷത്തോടു കൂടി പറഞ്ഞ് അങ്ങ് പോവാണ് കേട്ടോ. പിന്നീടാണെങ്കിലോ അനാമിക വാട്സപ്പ് ചാറ്റ് തുടർന്നും കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അയാളാണെങ്കിലോ, ഞാൻ ഇന്ന് രാത്രി അങ്ങോട്ടേക്ക് വരാൻ നോക്കാം, നീ ഇങ്ങ് വായോ, പറ്റിയെങ്കിൽ ഇവിടുന്ന് എന്തെങ്കിലും അടിച്ചു മാറ്റി നീ ഇവിടെ നിന്ന് അങ്ങ് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന അനാമിക പറയുന്നുണ്ട് കേട്ടോ. അത് പ്രകാരം തന്നെ അയാൾ ആ വീട്ടിലോട്ട് എത്താണ്, അനാമികയുടെ കാമുകൻ. അങ്ങനെ അയാൾ ഒരു പൂച്ചയെ പോലെ പതുങ്ങി വരുമ്പോൾ അയാൾക്ക് ആ വീട് അറിയാത്തത് കൊണ്ട് തന്നെ അവിടെ എവിടെ ഇരിക്കുന്ന ടേബിൾ, എവിടെ ഇരിക്കുന്ന ഫ്ലവർ കുജ എന്നറിയില്ല. അങ്ങനെ അയാൾ വരുന്നതിനിടയ്ക്ക് ഫ്ലവർ കുജ കാല് തട്ടി അങ്ങ് വീഴാൻ കേട്ടോ. അതോടുകൂടിയിട്ട് അവിടെ എല്ലാവരും നീക്കാണ്. ഇതേ സമയം ജയനാണെങ്കിൽ എന്തോ ഒരു സൗണ്ട് ഞാൻ കേട്ടല്ലോ, അത് കേൾക്കുന്ന ദേവയാനി ശരിയാണല്ലോ. അപ്പോഴേക്കും ജയനും ദേവയാനിയും അതുപോലെ തന്നെ അനിയുടെ അച്ഛനും അമ്മയും ജാനകിയും ഒക്കെ പുറത്തോട്ട് വന്നു കേട്ടോ. അപ്പോഴേക്കും നയനയും ആദർശും വരണം, എന്താ ഒരു സൗണ്ട് കേട്ടതെന്ന് പറഞ്ഞ് എല്ലാവരും ഒരേപോലെ പുറത്ത് വരുമ്പോൾ ഇരുട്ടിൻ്റെ മറവിൽ ഒരാളിങ്ങനെ ചുരുണ്ടുകൂടി ഇരിക്കുന്ന അത് കണ്ട ഉടൻ തന്നെ ആരാണത് എന്ന് ജയൻ ചോദിക്കുമ്പോൾ ഉടൻ തന്നെ അവിടെ ലൈറ്റ് ഇടണം കേട്ടോ ദേവയാനി. അപ്പോൾ കാണുന്ന കാഴ്ച ഒരുത്തനിങ്ങനെ ചുരുണ്ടുകൂടിയിരിക്കുന്ന, ആരാടാ നീ എന്ന് പറഞ്ഞിട്ട് ആദർശ് അങ്ങ് ചെല്ലുമ്പോൾ അയാൾ അവിടെ നിന്നും എണീക്കാൻ നോക്കുകയാണേട്ടാ. പിന്നീട് ദേവയാനി അടുത്ത് ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച അനാമികയുടെ പ്രൊഫൈലിൽ കണ്ട ആ ആളെയാണ്. അത് കാണുന്ന ദേവയാനി ആകെ ഞെട്ടിപ്പോവാണേട്ടോ. ഈ സമയം ദേവയാനി ഇങ്ങനെ ഓർക്കുന്നുണ്ട്, ഇവള് കെട്ടിപ്പിടിച്ച് നിന്നിരുന്ന ആ ആളാണല്ലോ അത് എന്നിങ്ങനെ ദേവയാനി ചിന്തിക്കുമ്പോൾ ഉടൻ തന്നെ ദേവയാനി പിന്നീട് തൻ്റെ പ്രഷർ അങ്ങ് എടുക്കണം. നീ ആരടാ, നീ എന്തിനാടാ ഇങ്ങോട്ടേക്ക് വന്നത്? അത് പിന്നെ ഞാൻ എന്ന് പറയുമ്പോൾ മര്യാദക്ക് പറയടാ എന്ന് പറയുമ്പോഴേക്കും ആദർശിൻ്റെ അച്ഛൻ പറയണേ,
അവന് നമ്മൾ ചോദ്യം ചെയ്യേണ്ട, പോലീസ് കൈവച്ചോണം. അയ്യോ സാറേ, എന്നെ പോലീസിനൊന്ന് പിടിച്ചു കൊടുക്കല്ലേ. അപ്പോഴാണ് അനാമിക കടന്നു വരുന്നത്. അനാമിക കാണുന്ന കാഴ്ച തൻ്റെ കാമുകൻ തൻ്റെ കൺമുന്നിൽ നിൽക്കുന്നത്. ഇത് കാണുന്നതിനോടുകൂടി ഇവൻ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് എന്ന ഭാവത്തിൽ ഇങ്ങനെ അനാമിക ദേഷ്യത്തോടു കൂടി അയാളെ നോക്കുമ്പോൾ അയാൾ പറയാണ്, ആ കുട്ടി പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. ആ കുട്ടി ഈ സമയം എന്നോട് ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞ്. അത് കേൾക്കുന്ന അനാമിക, നിങ്ങളാരാ? നിങ്ങളെയൊന്നും എനിക്കറിയില്ല എന്ന് പറഞ്ഞ് അനാമിക അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ ഉടൻ തന്നെ ദേവയാനി, അവിടെ നിന്നെ, നീയൊന്ന് അവിടെ നിന്നെ, നിന്റെ ഫോണങ്ങ് കാണിച്ച്. നിന്റെ ഫോണിൽ കെട്ടിപ്പിടിച്ച് ഇവനുമായി നിൽക്കുന്ന പ്രൊഫൈൽ പിക്ക് ഞാൻ കണ്ടതാണല്ലോ, പിന്നെ നീ എന്തിനാണ് ഈ കള്ളം പറയുന്നത് എന്നും പറഞ്ഞ് അനാമികയുടെ ഫോൺ അങ്ങ് ഓൺ ചെയ്ത് വാങ്ങണം കേട്ടോ. ഇതോടുകൂടി ജാനകി, എന്താ ഈ പറയുന്നത്? അതെ, എനിക്ക് ഇവള് 2-3 ദിവസമായി സംശയം തോന്നിയിട്ട് ഇവള് രാപ്പകലില്ലാതെ ഇവനോട് ചാറ്റ് ചെയ്യുന്ന പല ദിവസങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇവളിപ്പോൾ വിളിച്ചു വരുത്തിയിരിക്കുകയാണ് ഈ വീട്ടിൽ ഇവനെ. അനിയാണെങ്കിലോ ഇവളുമായി കിടക്കുന്നില്ലല്ലോ, രണ്ടും രണ്ട് വഴിക്കല്ലേ. അതുകൊണ്ട് തന്നെ ഇവൾക്ക് ഈ വീട്ടിൽ എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം പലവരും കൊടുത്തെന്ന് ഇവളുടെ ഒരു തോന്നലുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങ് അടിക്കാൻ ദേവയാനി അങ്ങ് കൈയൊങ്ങുമ്പോഴേക്കും ജാനകിയുടെ അടിയാണ് കേട്ടോ വന്ന് വീഴുന്നത്. അങ്ങനെ അനാമിക അടിക്കാണ്. എടി, എല്ലാവരും നീ മോശക്കാരിയാണെന്ന് പറയുമ്പോഴും ഞാൻ നിന്നെ ഒപ്പം നിർത്തിയിട്ടല്ലേ ഉള്ളൂ. എന്നിട്ട് നീ എന്തിനാടി എൻ്റെ മകനോട് ഈ ക്രൂരത ചെയ്തത്? നിന്നെ വിവാഹം കഴിച്ചതിന് ശേഷം എൻ്റെ മകൻ്റെ മുഖത്ത് പുഞ്ചിരി എന്ന ഒരു ഇത് ഞാൻ കണ്ടിട്ടേയില്ല. എന്നിട്ടും ഞാൻ നിനക്കൊപ്പം നിന്നിട്ടേയല്ലേ ഉള്ളൂ. പിന്നെ നീ എന്തിനാടി നിൻ്റെ കാമുകനെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയത് എന്നും പറഞ്ഞ് ജാനകി അടിക്കണം കേട്ടോ. ഇതേസമയം ദേവയാനി പറയണേ, അവളെ കൈകൊണ്ടൊന്നും തൊടേണ്ട എന്നും പറഞ്ഞിട്ട് ദേവയാനി അങ്ങ് ആ രാത്രി തന്നെ അവിടെ നിന്നും അനാമികയെ അടിച്ചിറക്കണം കേട്ടോ. എന്നാൽ അനാമികക്കാണെങ്കിൽ ദേഷ്യവും വാശിയും കൂടാണ്. അങ്ങനെ അനാമിക പിന്നീട് ഒരു പത്രസമ്മേളനം നടത്താണ്. എന്നിട്ട് അനന്തപുരിക്കാരെ നാട്ടിക്കാനും തനിക്ക് നഷ്ടപരിഹാരം കിട്ടാൻ വേണ്ടിയിട്ട് ആ പത്രസമ്മേളനത്തിൽ അനാമിക അങ്ങ് പറഞ്ഞു തുടങ്ങണം കേട്ടോ. ഇതേസമയം അനിയുടെ പേരിൽ കേസായി മാറാണ്. അങ്ങനെ ആ കേസ് അന്വേഷിക്കാൻ എത്തുന്നത് നന്ദു ആണ് കേട്ടോ. അങ്ങനെ പിന്നീട് നന്ദു അനിയെ അതിൽ നിന്ന് രക്ഷിച്ചു കൊണ്ടുവരികയും പിന്നീട് നന്ദു അനിയെ കല്യാണം കഴിക്കുന്ന ആ നല്ല സീനുകളാണ് കേട്ടോ. അനന്തപുരിക്കാർ തന്നെ അനാമികക്ക് 1 രൂപ പോലും കൊടുക്കാതെ നന്ദു അനിയെ രക്ഷിക്കുമ്പോൾ ജാനകി തന്നെ എൻ്റെ മരുമകൾ നീയാണ് ആവേണ്ടവൾ എന്ന് പറഞ്ഞ് അനിയുടെ കയ്യിൽ നന്ദുവിനെ ഏൽപ്പിക്കുന്ന ആ കിടുക്കൻ സീനൊക്കെ വരാനിരിക്കുന്നുണ്ട് കേട്ടോ.